സ്റ്റുഡൻറ് അപ്പം നമ്മൾ കഴിഞ്ഞതിൽ ക്യാഷ് ബുക്ക് വരെയാണ് നമ്മൾ പറഞ്ഞ വീഡിയോയിൽ അല്ലേ. ക്യാഷ് ബുക്ക് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? പർച്ചേസ് ജേണൽ, പിന്നെ അതുപോലെ പർച്ചേസ് റിട്ടേൺ കൊടുത്തിട്ടുണ്ട് അല്ലേ. നോക്കാം. പർച്ചേസ് ജേണലിൽ നമ്മൾ മെഹർ സിൽക്സിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ക്രെഡിറ്റിന് 12,000. സലൂജ ബ്രോസിൽ 2,400 കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ടോട്ടലി 14,400 രൂപയാണുള്ളത്. പിന്നെ പർച്ചേസ് റിട്ടേൺ സാരീസ് ബ്രോസ് 200 രൂപ പർച്ചേസ് അങ്ങോട്ട് കൊടുത്തത് തിരിച്ചു കൊടുത്തിട്ടുണ്ട് അല്ലേ, റിട്ടേൺ കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ 200 രൂപ എന്ന് എഴുതി കൊടുക്കുക. ദെൻ സെയിൽസ് ജേണലാണ്. സെയിൽസ് ജേണലിൽ എന്താണ്? സെയിൽസ് ചെയ്തിട്ടുള്ളതാണ് അല്ലേ, ക്രെഡിറ്റിന് സെയിൽ ചെയ്തിട്ടുള്ളതാണ്. മിറ്റാലും റിയോ ആണ് സെയിൽസ് ക്രെഡിറ്റിന് ചെയ്തിട്ടുള്ള അവർക്കാണ് സെയിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ 27,000, അതുപോലെ 8,000, 35,000 രൂപ സെയിൽസ് റിട്ടേൺ കൊടുത്തിട്ടുണ്ട്. റിയോ രണ്ടാളും കുറച്ച് ഭാഗം റിട്ടേൺ കൊടുത്തിട്ടുണ്ട്. ഒരു 1,800, 1,600, ടോട്ടലി 3,400 സെയിൽസ് റിട്ടേൺ നടന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. ഈ നെക്സ്റ്റ് ജേണൽ പ്രോപ്പർ. അപ്പോൾ നമ്മളിവിടെ സബ്സിഡിയറി ബുക്സുകളായിട്ടുള്ള ക്യാഷ് ബുക്കും പർച്ചേസ് ബുക്കും പർച്ചേസ് റിട്ടേണും സെയിൽസ് റിട്ടേണും അതുപോലെ ജേണൽ പ്രോപ്പറും ഇത്രയും ഭാഗം നമ്മൾ ഡിസ്കസ് ചെയ്തു കേട്ടോ. നമ്മൾ 8 സബ്സിഡിയറി ബുക്സുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും ഭാഗം നമ്മൾ പ്രിപ്പയർ ചെയ്തു കേട്ടോ. ഇനി നോക്കുക. ഇനി ജേണലാണ്, പ്രോപ്പർ ജേണൽ. ഈ പ്രോപ്പർ ജേണൽ പറഞ്ഞാൽ ഈ മുകളിൽ പറയപ്പെട്ട ബുക്സ് ഓഫ് അക്കൗണ്ട്സിലൊന്നും ഉൾപ്പെടാത്ത ഐറ്റംസുകൾ, അഥവാ ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫിക്സഡ് അസറ്റ് സെയിൽ ചെയ്യുക, ഫിക്സഡ് അസറ്റ് പർച്ചേസ് ചെയ്യുക, പിന്നെ അതുപോലെ ടൈപ്പ് റൈറ്റർ, അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസുകളാണ് ഇവിടെ വരുന്നത് കേട്ടോ. നോക്കുക, അവിടെ നിന്ന് ഉൾപ്പെടാത്ത കാര്യങ്ങളാണ്. ഇനി ഫസ്റ്റ് April 1 ക്യാഷ് അക്കൗണ്ട്സ് അഥവാ ക്യാഷ് ഇൻ ഹാൻഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അത് 15,000 രൂപ ഉണ്ട്. അത് നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. ദെൻ അതുപോലെ സ്റ്റോക്ക് അക്കൗണ്ട് 50,000 ഡെബിറ്റ് ചെയ്തു. ഖാണ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തു. ദെൻ അതുപോലെ മിറ്റാൽ ഡെപ്റ്റേഴ്സ് ഡെബിറ്റ്, ഫർണിച്ചർ ഡെബിറ്റ് കേട്ടോ. ഇതെല്ലാം എന്താണ്? നമുക്ക് അസറ്റുകളായിട്ട് ആണ് ഉള്ളത്. സോ ഇനി നമുക്ക് പറയാനുള്ളത് ക്യാപിറ്റലാണ്. ക്യാപിറ്റൽ അക്കൗണ്ട് 50,000 രൂപ. പിന്നെ അതുപോലെ ടു ബാങ്ക്, അത് നമുക്ക് ലയബിലിറ്റിയാണ്, ക്രെഡിറ്റ് ചെയ്യണം. ദെൻ സലൂജസ് ബ്രോസ് നമുക്ക് പർച്ചേസ് ചെയ്തതാണ്. അവിടെ എന്താണ്? അവിടെയും നമുക്ക് എക്സ്പെൻസാണ്. സോ ലയബിലിറ്റിയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? ക്രെഡിറ്റ് ചെയ്യുന്നത് കേട്ടോ. ഇങ്ങനെയാണ് ആ ഒരു ജേണൽ ആ ഭാഗത്ത് വരുന്നത്. മനസ്സിലായല്ലോ? ഇനി നെക്സ്റ്റ് നോക്കുക. ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള ഓപ്പണിംഗ് ബാലൻസ് ഓഫ് അസറ്റ് ആൻഡ് ലയബിലിറ്റി ആണ് കേട്ടോ. April 1 ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് അസറ്റിൻ്റെയും ലയബിലിറ്റിൻ്റെയും ഓപ്പണിംഗ് ബാലൻസ് ആയിട്ടാണ് ഈ പറഞ്ഞിട്ടുള്ള ജേണൽസ്. ഓക്കെ, ഇനി നോക്കുക. ടൈപ്പ് റൈറ്റർ ആണ്. ടൈപ്പ് റൈറ്റർ അസറ്റ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ കൊടുക്കുന്നു. ടൈപ്പ് റൈറ്റർ 6,500. ഓക്കെ, നെക്സ്റ്റ് അപ്പോൾ ടൈപ്പ് റൈറ്റർ അക്കൗണ്ട് അപ് ടു കുത്തുബ് അക്കൗണ്ട് കേട്ടോ. അവിടെ നമ്മൾ അത് ഇപ്പോൾ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. കുത്തുബ് അക്കൗണ്ട് അതൊന്നും നമ്മൾ എവിടെയും മാർക്ക് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് നമ്മൾ ജേണൽ പ്രോപ്പറിൽ കൊടുത്തത് കേട്ടോ. ഈ നെക്സ്റ്റ് ബാഡപ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കിട്ടാക്കട നമ്മൾ എവിടെയാണ് കൊടുക്കുക? പ്രോപ്പർ ജേണൽ പ്രോപ്പറിലാണ് കൊടുക്കുക. നമുക്ക് ആ പ്രോപ്പർ ജേണൽ കൊടുക്കുന്നത് ഓപ്പണിംഗ് എൻട്രി, ക്ലോസിംഗ് എൻട്രി, റെക്ടിഫിക്കേഷൻ എൻട്രി, അതുപോലെ ബാഡപ്റ്റ്, ഫിക്സ്ഡ് അസറ്റ്സുകൾ പർച്ചേസ് ചെയ്യുന്ന, സെയിൽ ചെയ്യുന്ന, അങ്ങനെയുള്ളതാണല്ലോ കൊടുക്കുക. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ ചെയ്യണം. മുകളിൽ പറഞ്ഞ സബ്സിഡിയറി ബുക്കിലൊന്നും ഉൾപ്പെടാത്ത ബുക്സ് കേട്ടോ, ഉൾപ്പെടാത്ത ഐറ്റംസ്, അതാണ് നമ്മൾ ജേണൽ പ്രോപ്പറിൽ കൊടുക്കുന്നത്. പിന്നെ ബാഡപ്റ്റ് നമ്മൾ 500 രൂപ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ടു കാണാം. അപ്പോൾ അതിന് ടോട്ടൽ 80,000 രൂപയാണ്. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഇതുവരെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക? ലെഡ്ജറാണ്. ക്യാപിറ്റൽ അക്കൗണ്ട് ഉണ്ടാക്കണം, സലൂജ ബ്രോസ് അക്കൗണ്ട് ഉണ്ടാക്കണം, ബാങ്ക് അക്കൗണ്ട്
മഹേന്ദ്ര അക്കൗണ്ട്, കാണ അക്കൗണ്ട്, മിറ്റാൽ അക്കൗണ്ട്, റിയ അക്കൗണ്ട്, ഫർണിച്ചർ അക്കൗണ്ട്, ടൈപ്പ് റൈറ്റർ അക്കൗണ്ട്, സ്റ്റോക്ക് അക്കൗണ്ട്, സെയിൽസ് അക്കൗണ്ട്. ഇത് സിമ്പിളാണ് കേട്ടോ. കുറച്ച് ലെഡ്ജർ ചെയ്യാൻ ഈസിയാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. കാരണം നമ്മൾ ലെഡ്ജറിൻ്റെ റൂൾസൊക്കെ പറഞ്ഞതാണ്. അത് സെയിം ആ റൂൾ വെച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ. പർച്ചേസ് അക്കൗണ്ട്, റിട്ടേൺ അക്കൗണ്ട്, റിട്ടേൺ ഇൻവേർഡ്സ്, വേജ്, സാലറി, അങ്ങനെ എല്ലാ അക്കൗണ്ട്സുകളും. അറ്റ് ലാസ്റ്റ് നോക്കുക, അവിടെയാണ് ഇനി നമുക്ക് ഈ ഒരു ചാപ്റ്ററുമായിട്ട് പഠിക്കാനുള്ളത് ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസ് ആസ് സൂൺ ആസ് April 30, 2018. അപ്പോൾ ട്രയൽ ബാലൻസിന് ഒരു ഫോർമാറ്റ് ഉണ്ട്. ആ ഫോർമാറ്റാണ് ഇപ്പോൾ ഞാൻ പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, എഴുതി വെച്ചോളൂ. ഫോർമാറ്റ് എങ്ങനെയാണ്? നെയിം ഓഫ് അക്കൗണ്ട്, LF, ഡെബിറ്റ്, ക്രെഡിറ്റ്, ഇത്രയേ ഉള്ളൂ അതിൻ്റെ ഫോർമാറ്റ്. അവിടെ നിങ്ങൾ ആ ട്രയൽ ബാലൻസിൻ്റെ റൂള് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന റൂള്, ആ റൂള് നിങ്ങൾ എന്തായാലും പഠിക്കണം. എന്താണ് ആ റൂള്? ഓൾ എക്സ്പെൻസസ് കേട്ടോ. ഓൾ എക്സ്പെൻസസുകളെല്ലാം നമ്മൾ ഡെബിറ്റ് ബാലൻസ് ആയിട്ടാണ് കൊടുക്കുക. ഡെബിറ്റ് കോളത്തിലാണ് കൊടുക്കുക എല്ലാ എക്സ്പെൻസുകളും, ഇൻക്ലൂഡിങ് പർച്ചേസ് അടക്കം കേട്ടോ. ഇനി ഓൾ ഇൻകംസ്, എല്ലാ ഇൻകംസുകളും ഇൻക്ലൂഡിങ് സെയിൽസ് അടക്കം ഗെയിൻസും എല്ലാം നമ്മൾ ക്രെഡിറ്റ് ബാലൻസ് ആയിട്ടാണ് കൊടുക്കുക. ഇതാണ് രണ്ടാമത്തെ റൂള്. ഇനി ഓൾ അക്കൗണ്ട്സ് അസറ്റുകളെല്ലാം നമ്മൾ ഡെബിറ്റിൽ കൊടുക്കുന്നു. ഓൾ ലയബിലിറ്റീസുകളെല്ലാം ക്രെഡിറ്റിൽ കൊടുക്കുന്നു. ഓൾ ക്യാപിറ്റൽ അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട് നോർമലി ക്രെഡിറ്റ് ബാലൻസ് ആയിട്ടാണ് കാണിക്കുക. ഡ്രോയിങ് അക്കൗണ്ട് വിൽ ബി ഡെബിറ്റ് ബാലൻസ്. അപ്പോൾ ഡെബിറ്റ് സൈഡിൽ 3 കാര്യങ്ങൾ വരുന്നുണ്ട്. ഏതൊക്കെയാണ്? എക്സ്പെൻസ്, മനസ്സിലാക്കുക, അസറ്റ്, ദെൻ ഡ്രോയിങ് അക്കൗണ്ട്. 3 കാര്യങ്ങളാണ് ഡെബിറ്റ് ബാലൻസ്, ഡെബിറ്റ് കോളത്തിൽ നമ്മൾ എഴുതേണ്ടത്. അതുമായി ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻസ് വരികയാണെങ്കിൽ അത് നമ്മൾ ആ എമൗണ്ട് എഴുതി കൊടുക്കേണ്ടത് ഡെബിറ്റ് ബാലൻസിലാണ്. ഇനി ക്രെഡിറ്റ് ബാലൻസിലാണെങ്കിലോ എല്ലാ ഇൻകം, അതുപോലെ എല്ലാ ലയബിലിറ്റിയും കേട്ടോ, എല്ലാ ലയബിലിറ്റിയും, അതുപോലെ ക്യാപിറ്റൽ അക്കൗണ്ട്. ഇങ്ങനെ 3 കാര്യങ്ങളാണ് ക്രെഡിറ്റ് ബാലൻസിൽ കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ ക്രെഡിറ്റ് എമൗണ്ട് കോളത്തിൽ നമ്മൾ എമൗണ്ട് എഴുതി കൊടുക്കേണ്ടത്. ക്ലിയർ ആയില്ലേ? അപ്പോൾ അത് നോക്കിയിട്ടാണ് ഇവിടെ ചെയ്യുന്നത്. ഇവിടെ നോക്കുക, ക്യാഷ് ഇൻ ഹാൻഡ് അല്ലേ? ക്യാഷ് ഇൻ ഹാൻഡ് അത് 10,350. ക്യാഷ് ഇൻ ഹാൻഡ് 10,350. ക്യാഷ് അക്കൗണ്ടിലെ ബാലൻസ് ബ്രോഡ് ഓൺ ആണ് 10,350. അത് നമ്മുടെ കയ്യിലുള്ളതാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യാണ്? 10,350 ആയിട്ട് കൊടുക്കുക ചെയ്യുന്നത്. ക്യാഷ് ഇൻ ഹാൻഡ് ഡെബിറ്റായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊരു അസറ്റാണ്. അപ്പോൾ നമ്മൾ ഡെബിറ്റ് ബാലൻസ് ആയിട്ട് കൊടുക്കുന്നു. ദെൻ ക്യാപിറ്റൽ എന്താണ്? നമ്മൾ ക്രെഡിറ്റ് ആയിട്ടാണ് കൊടുക്കുക. ക്യാപിറ്റൽ ക്രെഡിറ്റ് ആണ്. സലൂജ ബ്രോസ് അത് ഒരു ലയബിലിറ്റിയാണ്. സോ അവിടെ നമ്മൾ ലയബിലിറ്റി ആയതുകൊണ്ട് ക്രെഡിറ്റ് സൈഡിൽ കൊടുക്കുന്നുണ്ട്. ദെൻ അതുപോലെ ബാങ്ക് ലോണാണ്. ബാങ്ക് ലോണ് ലയബിലിറ്റിയാണ്, ക്രെഡിറ്റ്. മഹേന്ദ്ര ലയബിലിറ്റിയാണ്, ക്രെഡിറ്റ്. കുത്തബ് റൈറ്റ് ക്യാപിറ്റൽ അസറ്റാണ്, അസറ്റ് ക്രെഡിറ്റ്. അസറ്റും എക്സ്പെൻസും കേട്ടോ. അസറ്റുകളും എക്സ്പെൻസുകളും ഡെബിറ്റ്. ടൈപ്പ് റൈറ്റർ നോക്കുക. കുത്തുബ് ടൈപ്പ് റൈറ്റർ നമുക്ക് ഒരു എക്സ്പെൻസ് ആയിട്ടാണ്, ലയബിലിറ്റി ആയിട്ടാണ് വരുന്നത്. സോ അതുകൊണ്ട് നമുക്ക് ക്രെഡിറ്റ് ആയിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ പറയാനുള്ളത് മിറ്റാൽ നമുക്കൊരു മിറ്റാലിൻ്റെ അക്കൗണ്ട്സ് എടുത്ത് നോക്കിയാൽ 13,700 കേട്ടോ. മിറ്റാലിൻ്റെ അക്കൗണ്ട്സ് എടുത്ത് നോക്കിയാൽ 13,700. മിറ്റാലിൻ്റെ അക്കൗണ്ട്സ് എടുത്ത് നോക്കണം കേട്ടോ. അപ്പോൾ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം? ലെഡ്ജർ നിങ്ങൾ എന്തായാലും പ്രിപ്പയർ ചെയ്യണം കേട്ടോ. മിറ്റാലിൻ്റെ അക്കൗണ്ട്സ് എടുത്ത് നോക്കിയാൽ 13,700 ബാലൻസ് ക്യാരി ഡൗൺ ആയിട്ട് ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് 13,700 വരുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ എവിടെ കൊടുക്കുകയാണ്? ടു കൊടുക്കുക, മീൻസ് ഡെബിറ്റ് ബാലൻസ് ആയിട്ട്. ദെൻ ഫർണിച്ചർ അക്കൗണ്ട്സ് വരുമ്പോൾ, ഫർണിച്ചറിൻ്റെ അക്കൗണ്ട്സ് നോക്കുമ്പോൾ അവിടെ എന്താണ്? 4,000 രൂപയാണ്. അതും ഡെബിറ്റാണ് കേട്ടോ, ഡെബിറ്റ് ബാലൻസ് ആണ്. ഫർണിച്ചർ അസറ്റാണല്ലോ, ഫർണിച്ചർ അസറ്റ് ആയതുകൊണ്ട് ഡെബിറ്റ് ബാലൻസ് ആണ്. ടൈപ്പ് റൈറ്റർ അസറ്റ് ആയതുകൊണ്ട് ഡെബിറ്റ് ബാലൻസ് ആണ്. മറ്റേത് കുത്തുബ് ടൈപ്പ് റൈറ്റർ എന്ന് പറയുന്നത് അവർക്ക് നമുക്കതൊരു
ലയബിലിറ്റിയാണ് കേട്ടോ. അതുകൊണ്ടാണ് അത് ക്രെഡിറ്റ് ചെയ്തത്. ഇവിടെ ടൈപ്പ് റൈറ്റർ നമുക്ക് വീണ്ടും ഒരു അസറ്റായിട്ട് പറയുന്നുണ്ട്, അതുകൊണ്ട് ഡെബിറ്റ് ചെയ്യാം. സ്റ്റോക്ക് അസറ്റാണ് ഡെബിറ്റ്. സെയിൽസ് ഇൻകമാണ് ക്രെഡിറ്റ്. പർച്ചേസ് എക്സ്പെൻസാണ് അത് ഡെബിറ്റ്. റിട്ടേൺ ഔട്ട്സൈഡ്സ് പർച്ചേസ് ചെയ്തത് റിട്ടേൺ പോകുമ്പോൾ അതെന്താണ്, റിട്ടേണായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ഇൻകമാണ്, 200 രൂപ ഇൻകമാണ്. റിട്ടേൺ ഇൻവേഴ്സ് എന്താണ്, സെയിൽസ് റിട്ടേൺ ആണ്, അപ്പം നമ്മൾ അവിടെ ഡെബിറ്റ് ചെയ്യണം. വേജ് സാലറി എക്സ്പെൻസാണ് ഡെബിറ്റ്. റെൻറ്റ് ബാക്കിയെല്ലാം റെൻറ്റ്, ബാഡ് ഡെപ്റ്റ്, ഡിസ്കൗണ്ട് അലൗഡ് എല്ലാം എന്താണ്, എക്സ്പെൻസാണ്. പിന്നെ ഡിസ്കൗണ്ട് റിസീവ്ഡ് ഇൻകമാണ്, അത് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ രണ്ട് സൈഡിലും ഇവിടെ ക്രെഡിറ്റ് സൈഡും ഡെബിറ്റ് സൈഡും ഈക്വൽ ആയിരിക്കണം, നിർബന്ധമാണ്. അത് ഈക്വൽ ആയാൽ മാത്രമാണ് നമുക്ക് നമ്മൾ ചെയ്ത ലെഡ്ജറും ജേണലൊക്കെ പ്രോപ്പറാണ്, ആക്യുറേറ്റ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ 1,10,800 കേട്ടോ ഇതിൽ എമൗണ്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഈക്വലായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇത്രയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ട്രയൽ ബാലൻസ് നിങ്ങൾ ചെയ്യുമ്പോൾ ഫോർമാറ്റ് ആദ്യം നിങ്ങൾ എഴുതി വെക്കുക. നെയിം ഓഫ് അക്കൗണ്ട്, LF, ഡെബിറ്റ്, ക്രെഡിറ്റ്. പിന്നെ ഉള്ളത് ഐറ്റംസ് നോക്കുക, ഏതൊക്കെയാണ് ഇൻകംസ്, ഏതൊക്കെയാണ് അസറ്റ്, ഏതൊക്കെയാണ് എക്സ്പെൻസ്, ഏതൊക്കെയാണ് ക്യാപിറ്റൽ, പിന്നെ ബാഡ് ഡെപ്റ്റ്സ് അല്ലെങ്കിൽ ഡ്രോയിങ്സ് ഉണ്ടോ നോക്കുക. ഇതൊക്കെ ഈ 5 ഐറ്റംസ് 6 ഐറ്റംസ് ഇല്ലേ, ഈ 6 ഐറ്റംസിൽ എന്തൊക്കെ ട്രാൻസാക്ഷൻസുകളാണ് ഉൾപ്പെടുന്നത് നോക്കിയിട്ട് അതിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഡെബിറ്റും ക്രെഡിറ്റും മാറ്റിയിട്ട് എഴുതുക. രണ്ടും ഈക്വലായിരിക്കണം. ഈക്വലായാൽ മാത്രമേ അത് ശരിയാവുകയുള്ളൂ, അല്ലാത്ത പക്ഷം അത് ശരിയല്ല എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, ജേർണൽ ഞാൻ ഇതിൽ പറയാത്തത്, നമ്മൾ ജേർണൽ ഒരുപാട് എഴുതിയതാണ്. സോ അതുകൊണ്ട് നമ്മൾ വെറുതെ പറഞ്ഞ ടൈം കളഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇത് നിങ്ങൾ പഠിച്ചതായതുകൊണ്ടാണ് പറഞ്ഞു വിടാത്തത് കേട്ടോ. ഓക്കെ.